കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ പീഡനത്തിനിരയായ രോഗിയെ ഭീഷണിപ്പെടുത്തിയ പ്രതികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനെതിരെ അതിജീവിത നിയമ നടപടി തുടങ്ങി. തന്നെ ഭീഷണിപ്പെടുത്തിയവരെ ജോലിയിൽ തിരിച്ചെടുത്ത സംഭവത്തിൽ അതിജീവിത കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. രാഷ്ട്രീയ ഇടപെടലാണ് പ്രതികളെ തിരിച്ചെടുക്കാൻ കാരണമായതെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അതിജീവിത വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസിയുവിൽ ചികിത്സയെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്ന യുവതിയെ ജീവനക്കാരനായ എം ശശീന്ദ്രൻ പീഡിപ്പിച്ചിരുന്നു. ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയ തന്നെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കാൻ ജീവനക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്ന് അതിജീവിത മറ്റൊരു പരാതിയും നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന ജീവനക്കാരായ NK ആസിയ, ഷൈനി ജോസ്, വി ഷലൂജ, PE ഷൈമ, പ്രസീത മനോളി എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ EV ഗോപി വിരമിക്കുന്ന ദിവസം തിരിച്ചെടുത്തിരുന്നു. ഇതേ തുടർന്നാണ് അതിജീവിത കമ്മീഷണർക്ക് പരാതി നൽകിയത്. തന്നെ ഭീഷണിപ്പെടുത്തിയ 5 പേരെ ജോലിയിൽ തിരിച്ചെടുത്തത് മാനസികമായി തളർത്തിയെന്ന് അതിജീവിത പറഞ്ഞു. സാധാരണ സ്ത്രീ ആയതിനാലാണ് തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടത്. രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാലാണ് 5 പേരെയും തിരിച്ചെടുത്തതെന്നും അതിജീവിത വ്യക്തമാക്കി. 5 പേരെ തിരിച്ചെടുത്തത്, ജോലി തിരിച്ചെടുത്തതിൽ ഭയങ്കര മാനസികമായിട്ട് തളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പരാതി കൊടുക്കാനാണ് വന്നത്. മെഡിക്കൽ കോളേജിലത്തെ അധികൃതരുടെ അടുത്ത് നിന്ന് വലിയ തെറ്റാണ് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് നീതി കിട്ടണ വരെ ഞാൻ പോരാടും. എനിക്ക് നീതി നിഷേധിച്ചിട്ടാണ് അവരെ സഹായിച്ചത്. രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവും, മതിയാവും, പാർട്ടിൻ്റെ ഒക്കെ തീരുമാനങ്ങളായിരിക്കാം അവരെ തിരിച്ചെടുത്തത്. അപ്പോൾ പോലീസ് അവരെ ഭാഗത്തു നിന്നുള്ളത് ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് നീതി നിഷേധിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 18-നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ അറ്റൻഡർ ശശീന്ദ്രൻ പീഡനത്തിനിരയാക്കിയത്. ഈ സംഭവത്തിൽ പ്രതി ഇപ്പോഴും ജയിലിലാണ്. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ജീവനക്കാരെ തിരിച്ചെടുത്ത മുൻ പ്രിൻസിപ്പാളിന്റെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനിടയിലാണ് അതിജീവിത നിയമ നടപടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.